ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ നോക്കാം. ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കി ഇന്ധന നീക്കത്തിന് ബദൽ മാർഗവുമായി ഗൾഫ് അറബ് രാജ്യങ്ങൾ പൈപ്പ് ലൈൻ വഴി ഇന്ധനം തുറമുഖങ്ങളിലേക്ക് എത്തിക്കും. നിലവിൽ പൈപ്പ് ലൈനുകൾ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. എന്നാൽ പൈപ്പ് ലൈൻ വഴി കടത്തിവിടുന്ന ഇന്ധനത്തിന്റെ അളവ് ടാങ്കർ വഴിയുള്ള കയറ്റുമതിയേക്കാൾ കുറവായിരിക്കും. ഹോർമുസിലെ അനിശ്ചിതത്വം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് ബദൽ മാർഗത്തിലൂടെ ഇന്ധന കയറ്റുമതി പുനഃസ്ഥാപിക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചത്. നിലവിലുള്ള പൈപ്പ് ലൈനുകളുടെ പരമാവധി ശേഷിയിൽ ഇന്ധനം കടത്തിവിടാനാണ് ഗൾഫ് അറബ് രാജ്യങ്ങളുടെ തീരുമാനം. സൗദിയിലെ കിഴക്കു പടിഞ്ഞാറൻ പൈപ്പ് ലൈൻ, യുഎഇയിലെ അബുദാബി ഹബ്ഷാൻ ഫുജൈറ പൈപ്പ് ലൈൻ, ഇറാഖിനും തുർക്കിക്കുമിടയിലെ കിർക്കുക്ക് സെയ്ഹാൻ പൈപ്പ് ലൈൻ, ഇറാനിലെ ഗോരഹിനും ഗൾഫ് ഓഫ് ഒമാൻ തുറമുഖമായ ജാസ്കിനുമിടയിലുള്ള 1100 കിലോമീറ്റർ പൈപ്പ് ലൈൻ എന്നിവയാണ് ബദൽ മാർഗമായി ഉപയോഗിക്കുന്നത്. ഈ പൈപ്പ് ലൈനുകൾക്ക് ഹോർമുസ് കടലിടുക്കിനെ ബൈപ്പാസ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രത്യേകത. ഇറാഖ് ഒമാൻ പൈപ്പ് ലൈൻ, ഇറാഖ് ജോർദാൻ പൈപ്പ് ലൈൻ എന്നിവയും ബദൽ മാർഗങ്ങളുടെ പട്ടികയിലുണ്ട്. പൈപ്പ് ലൈൻ വഴി തുറമുഖങ്ങളിൽ എത്തിച്ച് അവിടെ നിന്ന് കപ്പൽ മാർഗം കയറ്റുമതി ചെയ്യും. നിലവിലെ ഇന്ധന പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് ഗൾഫ് രാജ്യങ്ങളുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ടിക്കറ്റ് നിരക്കിലെ കൊള്ള തുടർന്ന് വിമാന കമ്പനികൾ 100% വരെ ഉയർന്ന നിരക്കാണ് നിലവിൽ കമ്പനികൾ ഈടാക്കുന്നത്. ഇതിനു പുറമെ സർവീസ് നടത്താത്ത വിമാനങ്ങളുടെ അടക്കം വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലിട്ട് യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും പതിവാകുകയാണ്. വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കിലെ കൊള്ള തുടരുകയാണ്. 100% വരെ ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് നിലവിൽ കമ്പനികൾ ഈടാക്കുന്നത്. 7500 രൂപ ടിക്കറ്റ് നിരക്കുണ്ടായിരുന്ന യുഎഇയിലേക്ക് 1 ലക്ഷത്തിന് മുകളിലാണ് പല ദിവസങ്ങളിലും ഈടാക്കുന്നത്. ഇത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കൂടാതെ സർവീസ് നടത്താത്ത വിമാനങ്ങളുടെ അടക്കം വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലിട്ട് യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കലും പതിവായിട്ടുണ്ട്. നിലവിൽ യുഎഇയിലെ ദുബായ്, ഷാർജ, റാസൽ ഖൈമ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്ന് നാട്ടിലേക്കുള്ള പല സെക്ടറുകളിലേക്കും ഇന്ത്യൻ എയർലൈനുകൾ സർവീസ് നടത്തുന്നില്ല. എങ്കിലും ടിക്കറ്റുകൾ ഒഫീഷ്യൽ ഓൺലൈൻ വെബ്സൈറ്റുകളിലും മറ്റും സുലഭമാണ്. ഈ ടിക്കറ്റുകൾ വിശ്വസിച്ച് അത്യാവശ്യമായി നാട്ടിലെത്തേണ്ടവർ വൻ തുക നൽകി ബുക്ക് ചെയ്യുന്നു. യാത്രയുടെ തലേ ദിവസം പലർക്കും വിമാനം റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിക്കും. റീഫണ്ടിന് പകരം ദിവസമാറ്റമാണ് കമ്പനികൾ അനുവദിക്കുന്നത്. ഇറങ്ങേണ്ട വിമാനത്താവള മാറ്റവും അനുവദിക്കും. റീഫണ്ട് ആവശ്യപ്പെടുന്ന യാത്രക്കാർക്ക് വിവിധ കിഴിവുകൾ കഴിഞ്ഞ് 30% തുക മാത്രമാണ് തിരിച്ചു നൽകുന്നത്. സർവീസുകൾ നടക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ലാതെ ടിക്കറ്റുകൾ നൽകുകയും 70% വരെ ടിക്കറ്റ് നിരക്ക് അനധികൃതമായി കൈക്കലാക്കുകയുമാണ് ഇന്ത്യൻ വിമാന കമ്പനികളെന്ന് വിമർശനം ഉയരുന്നുണ്ട്. വിദേശ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കുകൾ കൂടുതലാണെങ്കിലും വിമാനം റദ്ദാക്കൽ പരിമിതമാണെന്നും റദ്ദാക്കിയാൽ തന്നെ ടിക്കറ്റ് നിരക്ക് കാര്യമായ കുറവില്ലാതെ തിരിച്ചു തരുന്നതായും യാത്രക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദി അറേബ്യയിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ അബ്ഷിറിന് റെക്കോർഡ് നേട്ടം. കഴിഞ്ഞ മാർച്ചിൽ മാത്രം 4.35 കോടിയിലധികം ഇടപാടുകൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ നടന്നതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ അബ്ഷീർ വഴി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാത്രം 4.35 കോടിയിലധികം ഇടപാടുകളാണ് നടന്നത്. അബ്ഷീർ ഇൻഡിവിജ്വൽസ്, അബ്ഷീർ ബിസിനസ് എന്നീ സേവനങ്ങൾ വഴിയാണിത്. അബ്ഷീർ ഇൻഡിവിജ്വൽസിലൂടെ മാത്രം 4.13 കോടി ഇടപാടുകൾ നടന്നു. ഇതിൽ 3.12 കോടി ഇടപാടുകൾ പൗരന്മാരും താമസക്കാരും സന്ദർശകരും തങ്ങളുടെ ഡിജിറ്റൽ ഡോക്യുമെന്റ് വാലറ്റുകൾ പരിശോധിക്കാനായി നടത്തിയതാണ്. ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട ഏകദേശം 22 ലക്ഷം ഇടപാടുകളാണ് നടന്നത്. പബ്ലിക് സെക്യൂരിറ്റി വിഭാഗത്തിൽ 31 ലക്ഷം ഇടപാടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 30 ലക്ഷവും ട്രാഫിക് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. പാസ്പോർട്ട് വിഭാഗം വഴി 15 ലക്ഷം ഇടപാടുകളും സിവിൽ അഫയേഴ്സ് വഴി 2.25 ലക്ഷം ഇടപാടുകളും നടന്നു. റിപ്പോർട്ട് സർവീസുകൾ വഴി 97,000 റിപ്പോർട്ടുകളും ബയോമെട്രിക് സംവിധാനം 1500 അന്വേഷണങ്ങളും ഈ കാലയളവിൽ പൂർത്തിയാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.